തൃശൂർ വരവൂർ പഞ്ചായത്തിൽ ജനവാസ മേഖലയിൽ മാലിന്യ പ്ലാന്റ് അറവ് മാലിന്യ പ്ലാന്റ് നിർമ്മിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം വളരെയധികം നാളുകളായി നടക്കുകയാണ്. ഇന്നലെ രാത്രി ഇവിടേക്ക് മാലിന്യങ്ങളുമായി വാഹനങ്ങൾ എത്തി. അത് നാട്ടുകാരെ കണ്ടപ്പോൾ ആളുകൾ ആ വാഹനമിട്ട്, അതായത് ആ വാഹനത്തിൽ വന്ന വണ്ടിയുടെ ആളുകൾ വാഹനം അവിടെ ഇട്ട് ഇവിടെ നിന്ന് മാറുകയായിരുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇന്ന് സ്ഥലത്തുണ്ടായത്. അതായത് യാതൊരു വിധത്തിലും ഇവിടെ ജനവാസ മേഖലയിൽ ആളുകളുടെ ഈ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിക്കുള്ള ഈ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ളത്, അവർ ഉന്നയിക്കുന്ന വിഷയം എന്നുള്ളത്. ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? ഇന്നിപ്പോൾ വണ്ടി തടഞ്ഞു നാട്ടുകാർ കൂടിയിട്ട് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി വന്നു. വണ്ടി കൊണ്ടുപോകുന്നപ്പോൾ നാട്ടുകാർ സമ്മതിച്ചില്ല. ഒരു വണ്ടിയോ രണ്ട് വണ്ടിയോ വാനിൽ കയറിയതിന് ശേഷമാണ് ആളുകൾ ഈ മണം കേട്ടുകൊണ്ടാണ് ആളുകൾ ഉണരുന്ന് ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആളുകൾ വന്ന വഴിക്ക് ഇവർ വണ്ടി ഇട്ട് പോയി, ആരും തടഞ്ഞില്ല. ജനത്തിനെ കണ്ട വഴിക്ക് ഇവർ വണ്ടി ഇട്ടിട്ട് ഇവർ ഓടിപ്പോവുകയാണ് ചെയ്ത്. പഞ്ചായത്ത് അധികൃതർ ഇടപെടാനായിട്ട് വന്നോ? ഇന്നിപ്പോൾ ഈ ഹെൽത്തിന്റെ ആളുകൾ ആരെങ്കിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? ഹെൽത്തിന്റെ ആളുകളോട് വന്നിട്ടില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ആരോഗ്യ പരിപാലന രംഗത്ത് പ്രധാന പങ്ക് വഹിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അത് കളക്ടർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്, തഹസിൽദാർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്, വില്ലേജിന് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് തഹസിൽദാരെ വിളിച്ചിട്ട് പോലും ഈ പ്രദേശത്തേക്ക് വന്നില്ല. വില്ലേജിലെ ഉദ്യോഗസ്ഥന്മാർ ഈ പ്രദേശത്തേക്ക് വന്നില്ല. പഞ്ചായത്തിനകത്ത് ആരോഗ്യ വകുപ്പിൽ പ്രവർത്തിക്കുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ വിളിച്ചിട്ട് പോലും അവർ പഞ്ചായത്തിൽ ചെന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടില്ല. തുടരുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ജനങ്ങളെ സംഘടിപ്പിച്ചും പ്രതിരോധിക്കാനുള്ള മറ്റു മാർഗമില്ലല്ലോ. അധികാരം മുഴുവൻ അവരുടെ കയ്യിലാണ്, പോലീസ് അവരുടെ കയ്യിലാണ്. ഈ പോലീസിനെയും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളോടുള്ള അക്രമം കാണിക്കുകയാണ്. അറവുശാല മാലിന്യ പ്ലാന്റ് തുടങ്ങാനായി യാതൊരു വിധത്തിലും സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ ഈ നാട്ടുകാർ പറയുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.